കഥയുടെ തുടക്കത്തിൽ കുറച്ചധികം ജനങ്ങൾ പേടിച്ചോടിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു പെൺകുട്ടീനെ ഒരു ജീവി വലിച്ചെടുത്തോണ്ട് പോകുന്നുണ്ട്. പിന്നീട് അവളുടെ നിലവിളി മാത്രമാണ് കേൾക്കുന്നത്. ആ സിറ്റി കാണിക്കുവാണെങ്കിൽ ആ സിറ്റിയിൽ തന്നെ കുറച്ചധികം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. പലയിടത്തും തീ പിടിച്ചിട്ടുണ്ട്, എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ പല പല കുഴികളുണ്ട്. അതിലൊരു കുഴിയിൽ ഒരു മനുഷ്യൻ ബോധം കെട്ട് കിടക്കാണ്. ആ കുഴിയിൽ പെട്ട് കിടക്കാണ്. അവനാണ് നമ്മുടെ കഥാനായകനായിട്ടുള്ള ജോർജ്. അവന് ബോധം വന്ന് കണ്ണു തുറന്ന് നോക്കുമ്പോൾ എണീക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം അവന്റെ കയ്യിൽ എന്തൊക്കെയോ പാറകല്ല് വന്ന് വീണിട്ടുണ്ട്. അത് എടുത്തു മാറ്റിയാൽ മാത്രമേ എണീറ്റ് രക്ഷപ്പെടാനായിട്ട് സാധിക്കത്തുള്ളൂ. അവൻ ആരെങ്കിലും വരുമെന്നുള്ള പ്രതീക്ഷയിൽ അങ്ങനെ കിടക്കാണ്. തൊട്ട് സൈഡിൽ അവന്റെ ഫോൺ കിടപ്പുണ്ട്. അതെടുക്കാനായിട്ട് സൈഡിൽ നിന്നൊരു കമ്പി എടുക്കുന്നുണ്ട്. ആ കമ്പി എടുത്തിട്ട് ആ ഫോണിനെ കുത്തി കുത്തി എടുക്കുകയാണ്. അവന്റെ അടുത്തോട്ട് നീക്കിയിട്ട് ആ ഫോൺ അങ്ങ് എടുക്കുകയാണ്. ആ ഫോൺ എടുത്തിട്ട് അവന്റെ ഭാര്യയെ വിളിക്കാനായിട്ട് ശ്രമിക്കും. എന്നാൽ പലതവണയായിട്ട് വിളിച്ചിട്ടും ഭാര്യ ഫോൺ എടുക്കുന്നില്ല. അവസാനം ഫോണിന്റെ റേഞ്ച് നഷ്ടപ്പെട്ടു പോവാണ്. ഇവൻ ഈ ഫോൺ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ആകാശത്തോടെ ഒരു ഹെലികോപ്റ്റർ പോകുന്നത് അവൻ കാണുക. ഇവൻ നിലവിളിക്കും, എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേന്ന്. പക്ഷേ ഈ വന്ന ഹെലികോപ്റ്റർ ആണെങ്കിൽ അവിടെ ഇടിച്ച് മറിഞ്ഞു വീഴാണ്. ഒരു പൊട്ടിത്തെറി നടക്കും. ഈ പൊട്ടിത്തെറിയുടെ ആഘാതത്തിൽ മുകളിലുള്ള കുറച്ച് സാധനങ്ങൾ താഴോട്ട് വീഴാനായിട്ട് പോകുന്നുണ്ട്. അതിൽ തന്നെ വലിയൊരു കാറും ഉണ്ട്. അവന് മനസ്സിലായി ഇവിടെ കിടക്കുവാണെങ്കിൽ ആ കാർ അവന്റെ മുകളിലൂടെ വന്ന് വീഴുമെന്ന്. അതുകൊണ്ട് തന്നെ അവൻ എത്രയും പെട്ടെന്ന് ആ കമ്പി എടുത്ത് കല്ലിന്റെ താഴെ കുത്തി കല്ല് ചെറുതായിട്ട് പൊന്തിച്ചിട്ട് അവന്റെ കൈ അവിടെ നിന്ന് വലിച്ചൂരി അവിടെ നിന്ന് രക്ഷപ്പെട്ട് മാറിപ്പോവാണ്. അവൻ മാറിയതും ആ ഒരു കുഴിയുടെ മുകളിലൂടെ കുറെ അധികം സാധനങ്ങൾ വന്ന് വീണ് അതങ്ങ് അടഞ്ഞു പോവാണ്. അവൻ ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടത്. അതല്ല, അവൻ രക്ഷപ്പെട്ട സമയത്ത് അവന്റെ ഫോൺ അവൻ കയ്യിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ആ കുഴി അടഞ്ഞത് കൊണ്ട് തന്നെ അവിടെ വെളിച്ചമില്ല. അവന് കണ്ണ് കാണാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ഫോൺ എടുത്തിട്ട് അവൻ ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കും. എന്നാൽ അവൻ നോക്കുമ്പോൾ അവന്റെ വയറ്റിൽ എന്തോ കുത്തിക്കേറി ഇരിപ്പുണ്ട്. ഒരു ഗ്ലാസിന്റെ പീസാണ്. ആ അപകടത്തിൽ പറ്റിയ പരിക്കാണത്. അവൻ ഒരുപാട് വേദന സഹിച്ചിട്ട് ആ ഗ്ലാസിന്റെ പീസ് വലിച്ചൂരുകയാണ്. രക്തം പോകുന്നുണ്ട്. അതെങ്ങനെയെങ്കിലൊക്കെ ചുറ്റിക്കെട്ടി വെക്കുകയാണ്. അന്നേരമായിരിക്കും അവന്റെ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരുന്നത്. ഫോണിൽ ചാർജ് ഇല്ല, ഇപ്പോൾ ഓഫ് ആവുമെന്ന്. അതുകൊണ്ട് തന്നെ അവൻ ഫോണിന്റെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് അവന്റെ പോക്കറ്റിലുള്ള ഒരു ലൈറ്റർ എടുക്കുന്നുണ്ട്. ആ ലൈറ്ററിന്റെ വെളിച്ചത്തിൽ അവൻ മുമ്പോട്ട് പോകാനായിട്ട് തുടങ്ങും. ഇനി ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ എന്തെങ്കിലും ആവശ്യം വന്ന ആൾക്കാരെ വിളിക്കാനായിട്ട് പറ്റില്ല. ഇവിടുന്ന് രക്ഷപ്പെടുത്താനായിട്ട് ആൾക്കാരെ വിളിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് ഫോൺ ഓഫ് ആക്കി വെച്ചത്. പിന്നെ ഈ കുഴിക്കൊരു പ്രത്യേകതയുണ്ട്. ഈ കുഴിയിൽ തന്നെ ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ജോർജിന് എന്തായാലും ആ കുഴിയുടെ മുകളിലോട്ട് കയറി പോകാനായിട്ട് പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഉള്ള വഴി മുമ്പോട്ട് പോവാണ്. അവൻ മുമ്പോട്ട് അങ്ങനെ നടന്നു പോകുമ്പോൾ പാതി വെളിച്ചത്തിൽ അവൻ ഒരു കാര്യം കാണുന്നുണ്ട്. താഴെയായിട്ടൊരു ബാഗ് കിടക്കുന്നത് പോലെ. ആ ബാഗ് എടുത്ത് അതിനകത്തുള്ള കാര്യങ്ങൾ പരിശോധിച്ച് നോക്കും. അതിനകത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അവനൊരു ക്യാമറ കിട്ടുന്നുണ്ട്. അതിൽ ചാർജ് ഉണ്ട്. അത് ഓൺ ആവുന്നുണ്ട്. അത് ഓൺ ആക്കിയിട്ട് അതിന്റെ നൈറ്റ് വിഷൻ വഴി അവൻ ആ ഗുഹയിലോട്ട് നോക്കും. അങ്ങനെ നൈറ്റ് വിഷൻ വെച്ച് നോക്കുമ്പോൾ ദൂരെയായിട്ടൊരു മനുഷ്യൻ കിടക്കുന്നത് ജോർജ് കാണുകയാണ്. ഇത്രയും പെട്ടെന്ന് തന്നെ ആ മനുഷ്യന്റെ അടുത്ത് ഓടിച്ചെല്ലാണ്. അത് നോക്കുമ്പോൾ ഒരു ലേഡിയാണ്, ഒരു പെൺകുട്ടിയാണ്. ആ ഒരു പെൺകുട്ടീനെ ജോർജ് വിളിച്ചെണീപ്പിക്കാനായിട്ട് നോക്കുകയാണ്. അങ്ങനെ വിളിച്ചെണീപ്പിക്കുമ്പോഴാണെങ്കിൽ അവൾ എണീക്കുന്നുണ്ട്. എന്നാൽ പേടിച്ചു പോയിട്ട് ജോർജിനെ തള്ളി മാറ്റുകയാണ്. പക്ഷെ ജോർജ് സമാധാനപ്പെടുത്തും. പേടിക്കേണ്ട, ഞാൻ നിന്നെ ഒന്നും ചെയ്യത്തില്ല, ഞാൻ ഇവിടെ പെട്ടുപോയതാണ്, നമ്മളെ രക്ഷിക്കാനായിട്ട് ഉടനെ ആൾക്കാർ വരും, നിന്റെ കാലിൽ മുറിവ് പറ്റിയിട്ടുണ്ട്, അത് ഞാൻ കെട്ടിത്തരട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ ആദ്യം ഒന്ന് പേടിച്ചു പോകും. പിന്നീട് സമ്മതം കൊടുക്കുകയാണ്. ജോർജ് അവന്റെ ബെൽറ്റ് ഊരിയിട്ട് അവൾക്ക് കെട്ടിക്കൊടുക്കും. അവളുടെ കാലിൽ വലിയൊരു മുറിവുണ്ട്. രക്തം കൂടുതൽ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബെൽറ്റ് വെച്ച് കെട്ടിവെച്ചേക്കുന്നത്. എന്നിട്ട് അവള് പറയുന്നുണ്ട്, എനിക്ക് പേടിയാണ്, ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല, ആ ജീവികൾ നമ്മളെ കൊല്ലാനായിട്ട് വരും. ജോർജ് ചോദിക്കും എന്ത് ജീവികളാണെന്ന്. പക്ഷെ അവള് പറയുന്നില്ല. അവൾക്ക് പറയാനായിട്ട് സാധിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്നാണ് അവള് പറയുന്നത്. അതുകൊണ്ട് തന്നെ അവളുടെ പിന്നാലെ അവൻ ലൈറ്ററും കത്തിച്ച് പോവാണ്. വലിയ സ്പീഡിലൊന്നുമല്ല, രണ്ടുപേരും അവശതയിലാണ്. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഭൂമി കുലുക്കം സംഭവിക്കുന്നുണ്ട്. ഇവരുടെ മുകളിൽ ഉളപ്പൊടി വീഴുന്നുണ്ട്. പക്ഷെ ഇത് മൈൻഡ് ചെയ്യാതെ അവർ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ ഈ ഒരു പെൺകുട്ടിയാണെങ്കിൽ പതിയെയാണ് നടന്നു പോകുന്നത്. പിന്നെ അവളുടെ പേര് പറഞ്ഞില്ലല്ലോ. അവളുടെ പേര് കേട്ടെന്നാണ്. എന്തായാലും അവൾ ഇങ്ങനെ നടന്നു പോകുന്നത് കൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് പറ്റത്തില്ല. ഞാൻ മുമ്പേ പോവാന്ന് പറഞ്ഞിട്ട് ജോർജ് മുമ്പേ പോകാനായിട്ട് നോക്കും. എന്നാൽ അവൾ കയറ്റി വിടുന്നില്ല. അവൻ വാശി പിടിക്കുകയാണ്, ഞാൻ മുമ്പേ പോവാന്ന് പറഞ്ഞിട്ട്. എന്നാൽ അവൾ അവന്റെ മുഖം നോക്കി ഒറ്റ കുത്താണ്. അവൻ തെറിച്ച് ദൂരോട്ട് വീഴുന്നുണ്ട്. എന്നിട്ട് അവളുടെ തന്നെ ഒരു തോക്കുണ്ടായിരുന്നു. ആ തോക്ക് എടുത്തിട്ട് ജോർജിന് നേരെ ചൂണ്ടാണ്. മര്യാദയ്ക്ക് നിന്റെ കയ്യിലുള്ള ലൈറ്റർ ഇങ്ങ് തന്നോ, നീ എനിക്ക് മുമ്പേ പോണ്ട, നീ എന്റെ പിന്നാലെ വന്നാ മതി എന്ന് പറഞ്ഞ് വിരട്ടിയിട്ട് ആ ഒരു ലൈറ്റർ അവൾ അങ്ങ് കയ്യിൽ വാങ്ങുകയാണ്. ജോർജും പേടിച്ചിട്ട് അതങ്ങ് കൊടുത്തുപോയി. അന്നേരമായിരിക്കും ആ ഗുഹയുടെ ഒരു ഭാഗത്ത് നിന്ന് ശബ്ദം കേൾക്കുന്നത്. എന്തോ ഒരു ജീവി മുറുമുറുക്കുന്നത് പോലെ. പെട്ടെന്ന് തന്നെ ഈ കേറ്റാണെങ്കിൽ ആ ഒരു ലൈറ്റർ അങ്ങ് ഊതിക്കെടുത്താണ്. ജോർജിന് മനസ്സിലാവത്തില്ല എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന്. ജോർജിന് അറിയത്തില്ല ഈ ഒരു സിറ്റിയിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്ന്. അവൻ വിചാരിച്ചിരിക്കുന്നത് അവൻ മാത്രം കുഴിയിൽ വന്ന് പെട്ടുപോയെന്നാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല സംഭവങ്ങൾ. ഇപ്പൊ അവനാണെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കാതെ കയ്യിലുള്ള ഫോൺ എടുത്ത് ഓണാക്കും. ആ ഒരു വെളിച്ചം കാണുമ്പോൾ കേറ്റി പേടിക്കുകയാണ്. അത് ഓഫാക്ക്, എത്രയും പെട്ടെന്ന് തന്നെ ആ ജീവികൾ വന്ന് നമ്മളെ ആക്രമിക്കുമെന്ന് പറയുമ്പോൾ അവന് മനസ്സിലാവത്തില്ല. അവൻ ആ ഫോൺ ഓഫാക്കിയിട്ട് ആ ക്യാമറ എടുക്കുകയാണ്. അതിലെ നൈറ്റ് വിഷൻ വഴി ആ ഗുഹയുടെ ദൂരോട്ട് നോക്കും. എന്നാൽ നോക്കിയിട്ടൊന്നും ഒരു ജീവികളെയും കാണാനില്ല. കേറ്റിനോട് ഒന്നും അവിടെ ഇല്ലാന്ന് പറയാനായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ കേറ്റ് അവിടെ ഇല്ല. കേറ്റിനെ കാണാനില്ല. അവള് പേടിച്ചിട്ട് അവിടെ നോടി രക്ഷപ്പെട്ടു. പക്ഷെ ജോർജ് ഇത് വലിയ കാര്യമാക്കി എടുക്കുന്നില്ല. ജോർജ് ആണെങ്കിൽ ആ ക്യാമറ എടുത്തിട്ട് ആ ഗുഹയുടെ മുമ്പോട്ട് അങ്ങനെ നടന്നു പോവാണ്. അങ്ങനെ നടന്ന് ഒരു സ്ഥലം
സ്ഥലത്ത് ചെല്ലുമ്പോൾ കേറ്റു അവിടെ തന്നെ ക്ഷീണിച്ചിരിപ്പുണ്ട്, ആ ലൈറ്ററും കത്തിച്ചിട്ട്. ജോർജും ആകെ ക്ഷീണിച്ചിട്ട് അവളുടെ കൂടെ പോയിരിക്കുകയാണ്. അവളോട് കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അവള് പറഞ്ഞു കൊടുക്കും, എന്തോ ഒരു മൃഗങ്ങള് ഇവരെ പിടിക്കാനായിട്ട് വരുന്നുണ്ട്. അങ്ങനെ അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് നോക്കിയപ്പോഴാണ് ഇവളൊരു കുഴി ഉണ്ടായിട്ട് ആ കുഴിയിൽ വന്ന് വീണത്. ആ കുഴിയാണ് ഇത്. അതിൽ തന്നെ ജോർജും വന്നു പെട്ടു. പക്ഷെ ജോർജിന് ഇത് അറിയത്തില്ലായിരുന്നു. ജോർജിന് വിശ്വാസം വരുന്നില്ല ഇങ്ങനെ കുറച്ച് ജീവികൾ ഇവരുടെ പിന്നാലെ വരുന്നുണ്ടെന്ന്. എന്നാൽ പെട്ടെന്നായിരിക്കും ആ ജീവി അങ്ങോട്ട് വരുന്നത്. അത് ശബ്ദം ഉണ്ടാക്കിയിട്ടാണ് വരുന്നത്. ഇത് കേട്ടിട്ട് രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഓടാനായിട്ട് തുടങ്ങുകയാണ്. ഇവരുടെ പിന്നാലെ തന്നെ അവരെ പിടിച്ചു തിന്നാനായിട്ട് ആ മൃഗമുണ്ട്. എന്തോ തരം ഏലിയൻസ് ആണ്, നമുക്കത് അറിയില്ല. എന്തായാലും അതിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഈ ഗുഹയ്ക്ക് ചെറിയ കുലുക്കം സംഭവിക്കുന്നത്. ആ കുലുക്കത്തിൽ ഈ ഗുഹയുടെ ഒരു ഭാഗത്ത് മണ്ണിടിഞ്ഞ് വീഴാണ്. ആ ഒരു മൃഗത്തിന് അവരുടെ അടുത്തോട്ട് വരാനായിട്ട് സാധിക്കുന്നില്ല. അതൊരു സൈഡിൽ പെട്ട് നിൽക്കുകയാണ്. ആ മണ്ണ് ഇടിഞ്ഞ് വീഴുന്നതിന്റെ ഇപ്പുറത്ത് ആ ഒരു ജീവിയും അപ്പുറത്ത് നമ്മുടെ ടീംസുമാണ്. അവര് പതിയെ ക്യാമറ എടുത്തിട്ട് നൈറ്റ് വിഷൻ ഇട്ടിട്ട് നോക്കുന്നുണ്ട് ആ ഒരു ജീവിക്ക് ഇങ്ങോട്ട് കടന്നു വരാൻ പറ്റുമെന്ന്. നോക്കുമ്പോൾ അതിന് കടന്നു വരാനായിട്ട് സാധിക്കുന്നില്ല. ആ ഒരു ഗുഹ അടഞ്ഞിട്ടുണ്ട് മണ്ണ് വീണിട്ട്. എന്തായാലും ഇവർ രണ്ടുപേരും കൂടെ ആ ഗുഹയിലോട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗുഹയുടെ മുമ്പിലോട്ട് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന നേരത്ത് കെയ്റ്റ് എന്തോ ഒരു കാര്യം തപ്പിയിട്ട് അവൾ എപ്രാളപ്പെടുകയാണ്. ജോർജ് എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ അവളുടെ ഒരു ഗുളിക ഉണ്ടായിരുന്നു. എന്നാൽ ഈ വന്ന വഴിക്ക് അത് കളഞ്ഞുപോയി. ആ ഗുളിക തൊട്ടടുത്ത് തന്നെ കിടപ്പുണ്ട്. അത് എടുക്കണമെന്ന് പറയുമ്പോൾ ജോർജ് സമ്മതിക്കത്തില്ല. ഇപ്പൊ അങ്ങോട്ട് പോവാണെങ്കിൽ ചിലപ്പോൾ ആ ജീവികൾ നമ്മൾ ആക്രമിക്കാം, അതുകൊണ്ട് ഇപ്പൊ പോകണ്ട, നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് പുതിയ ഗുളിക എടുക്കുക എന്ന് പറയുമ്പോൾ അവൾ കേൾക്കില്ല. എനിക്ക് ആ ഗുളിക വേണമെന്ന് പറഞ്ഞ് തോക്കെടുത്ത് ജോർജിനെ കാണിച്ച് വരട്ടാണ്. മര്യാദയ്ക്ക് ആ ഗുളിക പോയി എടുത്തോ, ഇല്ലെങ്കിൽ ഞാൻ ഇത് വെച്ച് നിന്നെ ഷൂട്ട് ചെയ്ത് കൊല്ലും. അതുകൊണ്ട് തന്നെ ആ ഗുളിക പോയി എടുക്കണമെന്ന് പറഞ്ഞ് അവനെ വരട്ടുമ്പോൾ അവന് വേറെ മാർഗ്ഗമില്ല. ജോർജിന് ജീവിക്കണമെന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജോർജ് അവളുടെ ഇരിക്കുന്ന ക്യാമറയും വാങ്ങിച്ചിട്ട് അതിന്റെ നൈറ്റ് വിഷൻ ഓണാക്കി അത് നോക്കി അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഗുളിക കിടക്കുന്ന സ്ഥലത്ത് ചെല്ലും. പതിയെ ശബ്ദം ഉണ്ടാക്കാതെ ആ ഗുളിക എടുക്കുകയാണ്. തൊട്ടപ്പുറത്ത് തന്നെ ആ ജീവിയുണ്ട്. പക്ഷെ അവിടെ ചെറിയൊരു മതിൽ ഇടിഞ്ഞു വീണത് കൊണ്ട് തന്നെ ആ ജീവിക്ക് അങ്ങോട്ട് വരാനായിട്ട് സാധിക്കത്തില്ല. ഈ ഒരു ഗുളിക എടുത്ത് ജോർജ് കേറ്റിന്റെ അടുത്ത് വരും. കേറ്റിന് ആ ഗുളിക എറിഞ്ഞു കൊടുക്കുകയാണ്. നീ ഒരു മനുഷ്യനല്ല എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ ഒരാളെ വരട്ടിയിട്ട് ആ ഗുളിക എടുപ്പിക്കുമോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഈ ഗുളികയൊക്കെ കിട്ടിയതിന് ശേഷം രണ്ടുപേരും കൂടെ അവിടെ ക്ഷീണിച്ചിരിക്കുകയാണ്. ഇപ്പൊ അവരുടെ പിന്നാലെ ആ ജീവികളൊന്നും ഇല്ലല്ലോ. കേറ്റിന് ആ ഗുളിക എന്തോ അത്യാവശ്യമാണ്. അവൾക്ക് എന്തോ രോഗമുണ്ട്, അതില്ലാതെ പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ടാണ് അവൾ അങ്ങനെ പെരുമാറിയെന്ന് പറയും. അതുമല്ല, ജോർജ് ചോദിക്കും അത് എന്ത് ജീവികളാണ്, ആ ജീവികളെല്ലാം എവിടെ നിന്നാണ് വന്നതെന്ന്. പക്ഷെ അവൾക്കറിയത്തില്ല. അവൾ ദേഷ്യപ്പെടാണ്. ഞാനും നിങ്ങളെ പോലെയാണ്, എനിക്കറിയത്തില്ല ആ ജീവികൾ എവിടെ നിന്നാണ് വന്നതെന്ന്. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, അത് മനുഷ്യനെ ഉപദ്രവിക്കും. എന്റെ സഹോദരിനെ അത് കൊന്നു കളഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവൾ കരയാനായിട്ട് തുടങ്ങും. ജോർജാണ് അവളെ സമാധാനപ്പെടുത്തുന്നത്. പിന്നീട് അവർ രണ്ടുപേരും കൂടെ ആ ഗുഹയുടെ മുമ്പോട്ട് അങ്ങനെ നടന്നു തുടങ്ങുകയാണ്. അവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പുറത്തു പോകണം. ഇവിടെ കിടന്നിട്ട് കാര്യമില്ലല്ലോ. ഇവരങ്ങനെ ആ ചെറിയ പാതയിൽ കൂടെ ഇഴഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു കാര്യം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവരുടെ മുകളിലൂടെ വേറൊരു ജീവിയാണെങ്കിൽ അങ്ങനെ തുരങ്കം ഉണ്ടാക്കി ഓപ്പോസിറ്റ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ ജീവികൾ ഉണ്ടാക്കുന്ന തുരങ്കമാണിത്. എന്നാൽ ഇപ്പൊ അവർ പോകുന്ന തുരങ്കത്തിൽ ആ ജീവി ഇല്ല. ആ ജീവി ബ്ലോക്കായി അങ്ങ് ദൂരെ കിടക്കുകയാണ്. ഇനി മുമ്പോട്ട് പോകുമ്പോൾ ഉണ്ടോ എന്ന് അറിയത്തില്ല. അത് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കാം. എന്തായാലും അവരങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ അവർ വെളിച്ചം കാണാണ്. രണ്ടുപേരും കൂടെ സന്തോഷപ്പെട്ട ആ വെളിച്ചത്തിന്റെ അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് വെറും ടോർച്ച് ലൈറ്റ് ആണ്. അവർ ഒരുപാട് പ്രതീക്ഷിച്ചു അവർ പുറത്തെത്തിയെന്ന്. എന്നാൽ അവർ പുറത്തെത്തിയിട്ടില്ലായിരുന്നു. അത് വെറും ലൈറ്റ് മാത്രമാണ്. ഇത് കാണുന്ന കെയ്റ്റ് ആണെങ്കിൽ പേടിച്ച് വിറയ്ക്കാനായിട്ട് തുടങ്ങും. അവൾ നിരാശപ്പെടുകയാണ്. എന്നാൽ ജോർജാണ് അവളെ സമാധാനപ്പെടുത്തുന്നത്. അവന് വൈരാഗ്യമൊന്നുമില്ല അവളോട്. അവ സമാധാനപ്പെടുത്തും. നമുക്കൊരു ടോർച്ച് ലൈറ്റ് കിട്ടിയില്ലേ, ഇതുപയോഗിച്ച് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ഇനി ലൈറ്റർ ഉപയോഗിക്കേണ്ട കാര്യമില്ലല്ലോ, വാ നമുക്ക് മുമ്പോട്ട് പോകാന്ന് പറഞ്ഞിട്ട് ആദ്യം അവളെ മുമ്പോട്ട് പറഞ്ഞു വിടുകയാണ്. പിന്നാലെ തന്നെ ജോർജും ചെല്ലും. എന്നാൽ അവർ മുമ്പോട്ട് പോകുമ്പോൾ ഒരു ഡെഡ് ബോഡി അവിടെ കിടക്കുന്നതായിട്ട് അവർ കാണുന്നുണ്ട്. ഇത് കണ്ടിട്ട് രണ്ടുപേരും കൂടെ പേടിച്ചു പോവാണ്. ആ ഒരു ഡെഡ് ബോഡിനെ വിളിച്ചുണർത്താനായിട്ട് നോക്കും, പക്ഷെ എണീക്കുന്നില്ല. ഈ ഡെഡ് ബോഡിയുടെ കയ്യിൽ തന്നെ കുറച്ചധികം സാധനങ്ങളുണ്ട്. കുറച്ച് പൈസ, കത്തി, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. ഈ പൈസ അങ്ങേറെ കുറച്ച് സാധനങ്ങളും ഈ കേറ്റ് എടുത്ത് പോക്കറ്റിൽ വെക്കുകയാണ്. എന്നാൽ ആ കത്തി ജോർജിന് വേണമെന്ന് പറയും. ആദ്യമൊന്നും കേറ്റ് സമ്മതിക്കത്തില്ലെങ്കിലും ജോർജിന് ആ കത്തി കൊടുക്കുകയാണ്. അതുമല്ല, ഇവർക്ക് ആ മനുഷ്യന്റെ ഒരു ബോട്ടിൽ ആൽക്കഹോൾ കിട്ടുന്നുണ്ട്, കുറച്ച് മദ്യം. ആ മദ്യം കേറ്റ് എടുത്ത് കുടിക്കുകയാണ്. എന്നാൽ ജോർജിന് എടുത്ത് കൊടുക്കുമ്പോൾ ജോർജ് കുടിക്കുന്നില്ല. പകരം ജോർജ് ആ മദ്യം വാങ്ങിച്ചിട്ട് അവന്റെ മുറിവിൽ ഒഴിക്കുകയാണ്. കുറച്ച് മാത്രം. കേറ്റ് അധികമൊന്നും ഒഴിക്കാനായിട്ട് സമ്മതിക്കുന്നില്ല. കുടിച്ച് പേടി മാറ്റണം എന്നാണ് അവള് പറയുന്നത്. എന്തായാലും അതിന് ജീവൻ ഇല്ലാന്ന് മനസ്സിലാക്കിയിട്ട് രണ്ടുപേരും കൂടെ അതിനെ കടന്നു പോകും. എന്നാൽ പെട്ടെന്നായിരിക്കും ആ ഒരു ബോഡി എണീറ്റിട്ട് ജോർജിന്റെ കാലിൽ പിടിക്കുക. എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, എനിക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് പറയുമ്പോൾ ജോർജ് പേടിച്ചിട്ട് അയാളെ ചവിട്ടി മാറ്റുകയാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഇയാൾ നിലവിളിച്ചത് കൊണ്ട് തന്നെ കുറെ അധികം ജീവികൾ അങ്ങോട്ട് വരും. ആ ജീവികൾ വന്ന് ഇവരെ ആക്രമിക്കും. അതുകൊണ്ട് തന്നെ ഇവർ രണ്ടുപേരും കൂടെ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിഴഞ്ഞു മാറിപ്പോവാണ്. ഇവര് മാറിയതും അങ്ങോട്ട് ആ മൃഗം വരുന്നുണ്ട്. ഈ നിലവിളിച്ച ആള് അതിന്റെ കാലും കൈയും ഉപയോഗിച്ച് കുത്തി കുത്തി കൊന്നുകളയാണ്. ഈ ഒരു കാര്യം അവർ രണ്ടുപേരും കൂടെ ആ ക്യാമറയുടെ നൈറ്റ് വിഷൻ വഴി കാണുന്നുണ്ട്. എന്നാൽ അവർ ഒരു അക്ഷരം മിണ്ടുന്നില്ല. ആ ഒരു ജീവി ശബ്ദം വെച്ചിട്ടാണ് അവരെ തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ അവരെവിടാണെന്ന് കണ്ടുപിടിക്കുന്നത്. അതിന് നേരെ ചൊവ്വേ കണ്ണൊന്നും കണ്ടുകൂടാ. ഇപ്പൊ അവർ രണ്ടുപേരും കൂടെ ഇങ്ങനെ ഇഴഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കേറ്റിനോട് ചുമ്മാതെ ജോർജ് ചോദിക്കും, എന്നെ മുമ്പോട്ടൊന്ന് കയറ്റി വിടാമോ? നീ പതിയാണ് പോകുന്നത്, എന്നാലേ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് പറ്റൂ. ഞാൻ മുമ്പിൽ കയറിയാ പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ പറ്റുമെന്ന് പറയുമ്പോൾ അവൾ കേൾക്കില്ല. അവൾ മുമ്പിലോട്ട് അവനെ കയറ്റി വിടത്തില്ല. നീ എന്താ കയറ്റി വിടാത്തെന്ന് ചോദിക്കുമ്പോൾ
പേടിക്കുമ്പോൾ അവള് സത്യം പറയും. മറ്റൊന്നുമല്ല, ഇനിയിപ്പോ ആ മൃഗം അവരുടെ പിന്നാലെ വന്ന് അവരെ ആക്രമിച്ചാലും ആദ്യം ജോർജിനെ പിടിക്കത്തുള്ളൂ. കേറ്റിന് ഓടി രക്ഷപ്പെടാനായിട്ടുള്ള സമയം കിട്ടും. ഇത് പറയുമ്പോ ജോർജിന് ദേഷ്യം വരുവാണ്. നീ എന്നെ ആ ജീവിക്ക് ഇട്ടുകൊടുക്കാൻ പോവാണോടി എന്ന് ചോദിച്ചിട്ട് അവന് നേരത്തെ കിട്ടിയ കത്തി എടുത്തോണ്ട് വന്നിട്ട് അവളെ താഴെ തള്ളിയിട്ടിട്ട് അവളുടെ കഴുത്തിൽ കത്തി വെക്കാനായിട്ട് തുടങ്ങും. എന്നാൽ ഈ കേറ്റാണെങ്കിൽ തോക്കെടുത്ത് അവന് നേരെ ചൂടുന്നുണ്ടെങ്കിലും പൊട്ടിക്കുന്നില്ല. കാരണം തോക്കെടുത്ത് പൊട്ടിച്ചാൽ ആ മൃഗം ശബ്ദം കേട്ടിട്ട് വരും. രണ്ടുപേരും കൊന്നുകളയും. അതുകൊണ്ടാണ് കേറ്റ് അങ്ങനെ ചെയ്യാത്തത്. ഇവർ രണ്ടുപേരും കൂടെ പിടിവലി നടത്തുമ്പോഴായിരിക്കും പെട്ടെന്ന് തന്നെ ആ മൃഗം ജോർജിനെ വലിച്ചെടുത്തോണ്ട് പോകുന്നത്. അവളോട് ജോർജ് വിളിച്ചു പറയും എത്രയും പെട്ടെന്ന് തന്നെ ആ മൃഗത്തിനെ ഷൂട്ട് ചെയ്യാൻ. എന്നാൽ അവളെ കൊണ്ട് കഴിയുന്നില്ല. അവള് തളർന്ന് പേടിച്ച് കുറച്ച് അങ്ങനെ നിൽക്കുകയാണ്. കുറച്ചു നേരത്തേക്ക് കേറ്റ് സ്റ്റക്കായിട്ട് നിന്നെങ്കിലും ഇവിടെ നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയിട്ട് കേറ്റ് മുമ്പോട്ട് നീങ്ങി തുടങ്ങുകയാണ്. അങ്ങനെ കുറച്ചു നേരം നീങ്ങി തുടങ്ങുമ്പോൾ പിറകിലൂടെ എന്തോ ജീവി വരുന്നതായിട്ട് അവൾക്ക് തോന്നുകയാണ്. അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ അത് മറ്റാരുമല്ല, അത് ജോർജ് ആണ്. ജോർജ് ഇപ്പൊ എങ്ങനെ വന്നല്ലേ? അവൻ ആ ജീവി വലിച്ചോണ്ട് പോയപ്പോ അവന്റെ എല്ലാ കത്തി ഉണ്ടായിരുന്നു. ആ കത്തി എടുത്ത് ജീവിനെ കുത്തിക്കൊന്നു. എന്നിട്ട് ഇപ്പൊ കുത്തിക്കൊന്നിട്ട് കേറ്റിന്റെ പിന്നാലെ വന്നേക്കാണ്. കേറ്റിന് പോലും വിശ്വസിക്കാനായിട്ട് സാധിക്കുന്നില്ല. കേറ്റ് അവനോട് ക്ഷമ പറയും. ആ ഒരു നിമിഷത്തിൽ ഞാൻ പേടിച്ച് പോയത് കൊണ്ടാണ് എന്നെ കൊണ്ട് ഷൂട്ട് ചെയ്യാൻ കഴിയാഞ്ഞെന്ന്. എന്തായാലും അതൊന്നും സാരമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു തുരങ്കത്തിന്റെ ഒരു ഭാഗത്തോട്ട് ചെല്ലാം. അവിടെ ചെന്നിട്ട് രണ്ടുപേരും കൂടി ഇരിക്കുകയാണ്. അവിടെ തന്നെ കുറച്ച് വെള്ളമുണ്ട്. പിന്നെ കേറ്റിന്റെ ഒരു ബോട്ടിലുണ്ട്. അവളുടെ ബാഗിലുള്ള ഒരു ബോട്ടിൽ. ആ ബോട്ടിലെടുത്ത് ആ വെള്ളം കോരി അവളും കുടിക്കും. കുറച്ച് ജോർജിനും കൊടുക്കും. അതുമല്ല ജോർജിനെ അവള് പുകഴ്ത്തുന്നുണ്ട്. കാരണം ഒരു ജീവിനെ കത്തി വെച്ച് കൊന്നല്ലോ. എന്തായാലും വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ആ വെള്ളം വീണ്ടും കോരാനായിട്ട് കേറ്റ് നോക്കും, കുപ്പിയിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട്. എന്നാൽ അവള് നോക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. ആ ഒരു വെള്ളത്തിൽ ബ്ലഡ് കലർന്നിട്ടുണ്ടായിരുന്നു. ഇത് കാണുന്ന കേറ്റ് ഓക്കാനിക്കാനായിട്ട് തുടങ്ങുകയാണ്. ജോർജ് സമാധാനപ്പെടുത്തും. കുറച്ച് ബ്ലഡ് ഉള്ളിൽ പോയാലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് സർവൈവ് ചെയ്യാനായിട്ട് കഴിയുമെന്ന്. അങ്ങനെ രണ്ടുപേരും കൂടെ വീണ്ടും മുമ്പോട്ട് പോവാണ്. അങ്ങനെ പോയി ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇനി വഴിയില്ല. എന്ത് ചെയ്യുമെന്ന് അവർക്ക് രണ്ടുപേർക്കും അറിയത്തില്ല. തിരിച്ചു പോകുന്ന കാര്യം നടക്കത്തില്ല. ഇനി തിരിച്ചു പോയാൽ വേറെ ഏതെങ്കിലും മൃഗം വന്ന് അവരെ ആക്രമിച്ചാലോ? അതുകൊണ്ട് തന്നെ രണ്ടുപേരും കൂടെ ആ ഭിത്തിക്ക് നേരെ ചവിട്ടാനായിട്ട് തുടങ്ങുകയാണ്. ഒരുപാട് നേരം ചവിട്ടി അതങ്ങ് പൊളിക്കും. പൊളിച്ചു നോക്കുമ്പോൾ അപ്പുറത്തായിട്ടൊരു സ്ഥലം കാണാം. രണ്ടുപേരും കൂടെ ഉത്സാഹപ്പെട്ട് പുറത്തോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. ചെന്ന് നോക്കുമ്പോൾ അതൊരു ബങ്കർ പോലാണ്. പക്ഷെ അതിന്റെ മുകളിൽ നെറ്റ് ഇട്ടിട്ടുണ്ട്. ഇവർക്ക് പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് പറ്റില്ല. ആ ഒരു നെറ്റ് എടുത്ത് മാറ്റിയതിനു ശേഷം മാത്രമേ രക്ഷപ്പെട്ടു പോകാനായിട്ട് പറ്റൂ. എന്നാൽ ഇവരെ കൊണ്ട് സാധിക്കുമെന്ന് അറിയത്തില്ല. ജോർജ് ചാടിയൊക്കെ നോക്കുക നെറ്റിൽ പിടിക്കാനായിട്ട്. എന്നാൽ കഴിയുന്നില്ല. എന്നാൽ പിന്നെ എന്നെ കൊണ്ട് കഴിയുമെന്ന് പറഞ്ഞിട്ട് കേറ്റ് അവനോട് കേറ്റിനെ എടുക്കാനായിട്ട് പറയും. കേറ്റ് ജോർജിനെ എടുത്തിട്ട് ആ നെറ്റിന് നേരെ പൊക്കി കൊടുക്കുകയാണ്. കേറ്റ് ആ നെറ്റിൽ പിടിച്ചിട്ട് അത് തുറക്കാനായിട്ട് നോക്കും. എന്നാൽ നടക്കുന്നില്ല. അത് പൊങ്ങുന്നു പോലുമില്ല. ഇവർ രണ്ടുപേരും കൂടെ ഇവരുടെ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ട് അവിടെ നിൽക്കുമ്പോഴായിരിക്കും പുറത്തുനിന്ന് വെടിശബ്ദം കേൾക്കുന്നത്. രണ്ടുപേരും കൂടെ വിളിച്ചു കൂവാനായിട്ട് തുടങ്ങും. ഞങ്ങൾ ഇവിടെ ഉണ്ടേ, ഞങ്ങളെ രക്ഷിക്കണേന്ന്. ഇത് കേട്ടിട്ട് ഒരു പട്ടാളക്കാരി അങ്ങോട്ട് വരുന്നുണ്ട്. പട്ടാളക്കാരാണ് ആ ഒരു മൃഗത്തിന് നേരെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ആ പട്ടാളക്കാരി കേറ്റിനെയും ജോർജിനെയും രക്ഷിക്കാനായിട്ട് വേറെ കുറച്ച് പട്ടാളക്കാരെ കൂടെ അങ്ങോട്ട് വിളിച്ചു വരുത്തും. അവരെല്ലാരും കൂടെ വന്ന് അവർ രണ്ടുപേരും കൂടെ രക്ഷിക്കാനായിട്ട് നോക്കുമ്പോൾ കുറച്ച് ജീവികൾ വന്ന് അവരെ ആക്രമിക്കുകയാണ്. ആ പട്ടാളക്കാരെ ആക്രമിക്കുകയാണ്. അവരെ ആക്രമിച്ചതിന്റെ ചോര മൊത്തം നമ്മുടെ കേറ്റിന്റെയും ജോർജിന്റെയും മുഖത്തൂടെയും ശരീരത്തൂടെയും വന്ന് വീഴാണ്. ഇവർ രണ്ടുപേരും കൂടെ ആകെ വിറച്ചു പോകും. കേറ്റ് ആണ് ഏറ്റവും കൂടുതൽ പേടിച്ചു പോകുന്നത്. എന്നാൽ ജോർജ് കുറച്ചുകൂടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. പക്ഷെ വേറൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ ആ ഒരു മൃഗം പട്ടാളക്കാരെ ആക്രമിച്ചതിന് ശേഷം ഇവരെ ആക്രമിക്കാനായിട്ട് താഴോട്ടിറങ്ങി വരുന്നുണ്ട്. എന്നാൽ നെറ്റുള്ളത് കൊണ്ട് തന്നെ ആ മൃഗങ്ങൾക്ക് താഴോട്ട് വരാനായിട്ട് സാധിക്കുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ ആ നെറ്റ് തകർത്തിട്ട് അത് താഴോട്ട് വരുമെന്ന് ജോർജിന് അറിയാം. അതുകൊണ്ട് തന്നെ ജോർജ് കേറ്റിനെ സമാധാനപ്പെടുത്തിയിട്ട് വേറൊരു വഴി ആ ബങ്കറിൽ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇവർ വന്ന വഴിയല്ല, വേറൊരു വഴി. അതുവഴി പോവുകയാണെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലാം, ഇവർക്ക് രക്ഷപ്പെട്ടു പോകാം. കേറ്റിനെ വിളിക്കുമ്പോൾ അവൾക്ക് വരാനായിട്ട് പേടിയാണ്. പക്ഷെ അവൻ ഒരുപാട് ശ്രമിച്ച് അവളെ സമാധാനപ്പെടുത്തിയിട്ട് ആ ഒരു വഴിയിലൂടെ കയറിപ്പോവും. അതൊരു ചെറിയ തുരങ്കമാണ്. ഇടഞ്ഞഴിഞ്ഞാണ് പോണത്. അങ്ങനെ മുമ്പോട്ട് പോയി ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ഇനി അങ്ങോട്ട് വഴിയില്ല, വെറും വെള്ളക്കെട്ട് മാത്രമാണ്. പക്ഷെ ജോർജ് വിടത്തില്ല. ആ വെള്ളത്തിലോട്ട് ചാടി ഇറങ്ങിയിട്ട് ആ വെള്ളം വഴി എങ്ങോട്ടേലും പോകാൻ പറ്റുമോ നോക്കും. അവ മുങ്ങിത്താണ് നോക്കുമ്പോൾ അവന് മനസ്സിലാവും അതൊരു വഴിയുണ്ടെന്ന്. അതുകൊണ്ട് തന്നെ കേറ്റിനെ വന്ന് വിളിക്കുകയാണ്. ആദ്യം തന്നെ കേറ്റിനെ പറഞ്ഞു വിടാനായിട്ട് നോക്കും. പക്ഷെ കേറ്റ് പേടിച്ചിട്ട് പോകുന്നില്ല. അവസാനം അവളെ സമാധാനപ്പെടുത്തും. ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയേ പറ്റൂ, ഇല്ലെങ്കിൽ ആ മൃഗങ്ങൾ നമ്മുടെ പിന്നാലെ വന്ന് നമ്മളെ കൊല്ലുമെന്ന്. ഇവരുടെ പിന്നാലെ തന്നെ മൃഗങ്ങളുണ്ട്. കാരണം നെറ്റ് പൊളിച്ചിട്ട് എത്രയും പെട്ടെന്ന് തന്നെ ആ മൃഗങ്ങൾ വരും. അതുകൊണ്ട് തന്നെ കേറ്റും പേടിച്ചിട്ട് ആ വെള്ളത്തിനടിയിലൂടെ മുങ്ങിപ്പോവും. പിന്നാലെ ജോർജും പോവും. അങ്ങനെ അവർ വെള്ളത്തിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ചധികം നീന്താനുണ്ട്. കുറച്ച് ശ്വാസം മുട്ടിയിട്ടൊക്കെയാണ് അവർ കരയ്ക്ക് വന്ന് അടിയുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടു പോയി. എന്തായാലും രണ്ടുപേരും കൂടെ അങ്ങനെ ക്ഷീണിച്ച് കിടക്കുമ്പോഴായിരിക്കും കുറച്ച് അകലെയായിട്ട് ഇവർക്ക് വെളിച്ചം കാണാൻ പറ്റുക. രണ്ടുപേരും കൂടെ സന്തോഷപ്പെട്ട് ആ ഒരു വെളിച്ചത്തിന് അങ്ങോട്ട് ഇഴഞ്ഞിഴഞ്ഞ് ചെല്ലുകയാണ്. ആ ഒരു വെളിച്ചത്തിന്റെ ഭാഗത്ത് ചെന്ന് നോക്കുമ്പോൾ അത് പുറത്തോട്ടുള്ള വഴി തന്നെയാണ്. പുറത്തുള്ള വെളിച്ചമാണ് ഈ ഒരു ഗുഹയിലോട്ട് കയറി വന്നത്. രണ്ടുപേർക്കും കൂടെ സന്തോഷമായിട്ട് രണ്ടുപേരും കൂടെ മുകളിലോട്ട് കയറിപ്പോകാനായിട്ട് തുടങ്ങും. ആദ്യം തന്നെ കേറ്റ് ആണ് കയറി പോകുന്നത്. എന്നാൽ അവളും ജോർജും കൂടെ കയറി പോകുമ്പോൾ ഇവരുടെ തൊട്ട് മുമ്പിലായിട്ട് ഒരു ജീവി വന്ന് അങ്ങനെ നിൽക്കുകയാണ്. ഇവർ രണ്ടുപേരും കൂടെ പേടിച്ചു വിറച്ച് ഇപ്പം ജീവൻ കയ്യിൽ നിന്ന് പോകുന്നു പറഞ്ഞ് നിൽക്കുമ്പോൾ ആ ജീവിക്ക് കണ്ണ് കണ്ടുകൂടെ. ശബ്ദം വെച്ചിട്ടാണ് അവരെ പിടിക്കുക. എന്നാൽ അവർ ശബ്ദം ഉണ്ടാക്കാതെ നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിനവര് താഴെ ഉണ്ടെന്ന് മനസ്സിലാവുന്നില്ല. അത് കുറച്ചു നേരം അവിടെ നിന്നിട്ട് അവിടെ നിന്ന് മാറിപ്പോവാണ്. രണ്ടുപേർക്കും അത് പോയതിനു ശേഷമാണ് ശ്വാസം വീഴുക. ആ ഒരു ജീവി പോയതിനു ശേഷം
ശേഷം ഇവർ രണ്ടുപേരും കൂടെ മുകളിലോട്ട് പോകാനായിട്ട് തുടങ്ങും. ആദ്യം തന്നെ കെയ്റ്റ് ആണ് പോകുന്നത്. അവള് മുകളിലോട്ട് പോയി അവസാനം അവള് പോവാതെ അവിടെ അങ്ങ് കിടക്കാണ്. ജോർജിന് മനസ്സിലാവത്തില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. ജോർജ് അവളെ ചെന്ന് തട്ടി വിളിക്കുമ്പോൾ അവൾ എണീക്കുന്നില്ല. കെയ്റ്റ് എണീക്കൂ എന്ന് പറഞ്ഞ് പലതവണയായിട്ട് വിളിച്ചു പറയുന്നുണ്ട്. എന്നാലും കെയ്റ്റ് എണീക്കുന്നില്ല. അവസാനം ജോർജ് സൂക്ഷ്മമായിട്ട് നോക്കുമ്പോഴാണ് കെയ്റ്റ് മരണപ്പെട്ടു പോയെന്ന് മനസ്സിലാവുക. അവളുടെ കാലിലൊരു മുറിവില്ലായിരുന്നു. അതിൽ നിന്ന് ഒരുപാട് രക്തം പോയിട്ട് അവളത് താങ്ങാൻ വയ്യാതെയാണ് മരണപ്പെട്ടു പോയത്. ജോർജിന് ഒരുപാട് സങ്കടമാവുന്നുണ്ട്. അവൻ അവിടെ കിടന്ന് തന്നെ കരയാണ്. ഇത്രയും നേരം കൂടെ ഉള്ള ഒരു മനുഷ്യനല്ലായിരുന്നോ? വിഷമം വരില്ലേ? അവൻ കുറെ നേരം കരഞ്ഞിട്ട് ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണമല്ലോ. അതുകൊണ്ട് തന്നെ അവളുടെ ബോഡി പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കും. പക്ഷെ നടക്കുന്നില്ല. അവനെ കൊണ്ട് കഴിയുന്നില്ല. ഈ ബോഡി മാറ്റാതെ അവന് മുകളിലോട്ട് പോകാനും പറ്റത്തില്ല. ഇപ്പൊ ജോർജ് ആണെങ്കിൽ അവന്റെ കയ്യിൽ കുറച്ച് മദ്യം ഇല്ലായിരുന്നോ? ആ ഒരു മനുഷ്യന്റെ നിന്ന് കിട്ടിയ മദ്യം, ആ മദ്യം എടുത്തിട്ട് കെയ്റ്റിന്റെ ദേഹത്തെല്ലാം ഒഴിക്കാനായിട്ട് തുടങ്ങും. എന്നിട്ട് ലൈറ്റർ എടുത്ത് ഒറ്റ കത്തിയിലാണ് അവൾ അങ്ങ് കത്തുകയാണ് കിടന്നിട്ട്. എന്നാൽ പെട്ടെന്നായിരിക്കും ജോർജിന് ബോധം വരുന്നത്. ഇപ്പൊ അവളെ കത്തിക്കുന്നതായിട്ട് കണ്ടത് വെറും ഒരു ഇല്യൂഷൻ മാത്രമാണ്. അവന് മനസ്സിൽ തോന്നിയ കാര്യമാണ്. എന്നാൽ അവളെ കത്തിച്ചിട്ടൊന്നുമില്ല. ജോർജിന്റെ പ്രതീക്ഷ എല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം കെയ്റ്റ് കൂടെ ഇല്ല. അതുമല്ല കെയ്റ്റ് മാറാതെ ഇവിടുന്ന് പുറത്തോട്ട് പോകാനായിട്ട് സാധിക്കത്തില്ല. ജോർജ് അവന്റെ ഫോൺ എടുത്തിട്ട് അവന്റെ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോയും വീഡിയോ ഒക്കെ കാണാനായിട്ട് തുടങ്ങും. അതൊക്കെ കണ്ട് ഒരുപാട് വിഷമിച്ചിട്ട് കെയ്റ്റിന്റെ ജാക്കറ്റിന്റെ പോക്കറ്റിൽ നിന്ന് തോക്കെടുക്കും. അവളുടെ കയ്യിലുള്ള ആ ഒരു തോക്ക്, ആ തോക്കെടുത്തിട്ട് ജോർജ് ആണെങ്കിൽ ആത്മഹത്യ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ആ തോക്കെടുത്ത് അവന്റെ കഴുത്തിൽ വെച്ച് പൊട്ടിക്കും. എന്നാൽ അത് പൊട്ടുന്നില്ല. അതിനകത്ത് ബുള്ളറ്റ് ഇല്ല. നേരത്തെ എല്ലാം കെയ്റ്റ് ജോർജിനെ പറ്റിച്ചതാണ് ആ തോക്ക് വെച്ച്. ഇതും മനസ്സിലാക്കുന്ന ജോർജ് ആണെങ്കിൽ ദേഷ്യം കാരണം നിലവിളിക്കുകയാണ്. എന്നാൽ പതിയാണ് നിലവിളിക്കുന്നത്. ആ ജീവി കേൾക്കുവാണെങ്കിൽ ഇങ്ങോട്ട് വന്ന് ക്രൂരമായിട്ട് കൊന്നു കളയും ജോർജിനെ. ജോർജ് ആകെ വിഷമിച്ച് പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ട് അവിടെ കിടക്കുമ്പോഴായിരിക്കും ജോർജിന്റെ ഫോണിലോട്ട് നോട്ടിഫിക്കേഷൻ വരുന്നത്. എന്താണെന്ന് എടുത്തു നോക്കുമ്പോൾ ഭാര്യയാണ് മെസ്സേജ് അയച്ചേക്കുന്നത്. ജോർജ്, ഞങ്ങൾ സേഫ് ആണ്, കുട്ടികളും സേഫ് ആണ്, ഞങ്ങളൊരു ബങ്കറിലുണ്ട്. ജോർജ് എത്രയും പെട്ടെന്ന് തന്നെ ഞങ്ങളെ കാണാനായിട്ട് വരണം. നിങ്ങളില്ലാതെ ഞങ്ങൾക്ക് പറ്റത്തില്ല. എത്രയും പെട്ടെന്ന് വരണേ മനുഷ്യ, ജീവൻ ആർക്കും കൊടുക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ ജോർജിന് മോട്ടിവേഷൻ വരികയാണ്. അവന്റെ ഫാമിലിക്ക് വേണ്ടിയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകണമെന്ന് അവൻ തീരുമാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ജോർജ് അവന്റെ ഫോൺ എടുത്തിട്ട് അതിലൊരു അലാറം സെറ്റ് ചെയ്ത് കെയ്റ്റിന്റെ കാലിൽ വെക്കും. അവളുടെ ഷൂവിന്റെ ഇടയിൽ വെക്കും. എന്നിട്ട് അവൻ പതിയെ താഴോട്ടിറങ്ങി പോവാണ്. ആ ഒരു തുരങ്കത്തിന്റെ കുറച്ച് താഴെ. ഈ ഒരു തുരങ്കത്തിന്റെ നടുക്ക് തന്നെ, അതായത് ജോർജിന്റെയും കെയ്റ്റിന്റെയും നടുക്ക് തന്നെ ചെറിയ രണ്ട് വഴികളുണ്ട്. ആ ഒരു വഴിയിലാണ് ആ ഒരു മൃഗം നിൽക്കുന്നത്. ഇപ്പൊ ഈ ഫോണിൽ അലാറം കേൾക്കുമ്പോൾ ആ ഒരു മൃഗം ആ ഒരു വഴിയിലോട്ട് വരികയാണ്. നമ്മുടെ കെയ്റ്റിന്റെ ബോഡീനെ കുത്തിയെടുത്ത് അവിടെ നിന്ന് കൊണ്ടുപോകും. ജോർജ് താഴെ ആയതുകൊണ്ട് തന്നെ ആ മൃഗം ജോർജിനെ കാണുന്നില്ല. ആ ഒരു മൃഗം കെയ്റ്റിനെ എടുത്തോണ്ട് പോയതിനു ശേഷം ജോർജ് പതിയെ ആ തുരങ്കത്തിലൂടെ മുകളിലോട്ട് കയറി ചെല്ലുകയാണ്. ഇപ്പൊ ജോർജിന് പോകാനായിട്ട് വഴിയുണ്ട്. എന്നാൽ ജോർജ് മുകളിലോട്ട് കയറി പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ആ മൃഗം വന്ന് ജോർജിനെ ആക്രമിക്കുക. ജോർജിനെ താഴ്ത്തു പിടിച്ച് വലിക്കുകയാണ്. അവന്റെ കാലിലൊക്കെ കുത്തി മുറിവ് ഏൽപ്പിക്കുന്നുണ്ട്. പക്ഷെ ജോർജ് വിട്ടുകൊടുക്കത്തില്ല. അവന്റെ കയ്യിൽ കുറച്ച് ആൽക്കഹോൾ ഇല്ലായിരുന്നു. ആ ആൽക്കഹോൾ എടുത്ത് ആ മൃഗത്തിന്റെ നേരെ ഒഴിക്കും. അതുമല്ല ലൈറ്റർ എടുത്ത് കത്തിച്ച് മൃഗത്തിന്റെ നേരെ എറിഞ്ഞു കൊടുക്കുകയാണ്. മൃഗം കത്തിയിട്ട് വേദന കാരണം അവിടെ നിന്ന് മാറിപ്പോകും. ഈ സമയം കൊണ്ട് ജോർജ് വീണ്ടും മുകളിലൂടെ കയറി പുറത്തു വരും. പുറത്ത് വന്ന് നോക്കുമ്പോഴാണ് ജോർജ് ഞെട്ടിപ്പോകുന്നത്. അതായത് ഇത്രയധികം ജീവികളുടെ കുറേയധികം മുട്ട അവിടെ അടുക്കി വെച്ചേക്കുന്നു. ഈ മൃഗങ്ങൾ മുട്ടയിട്ട് പെരുകിയതാണ്. ഇനി കുറേയധികം മൃഗങ്ങൾ വരും. അത് എവർക്ക് തന്നെ പ്രശ്നമാവുമെന്ന് ജോർജിന് മനസ്സിലായി. അതുമല്ല ആ ഒരു സ്ഥലം സൂം ഔട്ട് ചെയ്ത് കാണിക്കുകയാണെങ്കിൽ വലിയ വലിയ മൃഗങ്ങളുണ്ട്. ബിൽഡിങ്ങിന്റെ അത്രയും വലിപ്പമുള്ള മൃഗങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ട്. എന്തായാലും ഇതിന്റെ ഇടയിൽ ജോർജ് സർവൈവ് ചെയ്യുമെന്ന് അറിയത്തില്ല. ഇപ്പൊ ജോർജ് പുറത്തു വന്ന് ഇതൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുന്നതായിട്ട് കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു ഗൈസ്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പറയൂ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ ഓക്കെ ബൈ.